കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മണവാട്ടിയുടെ വേഷത്തിൽ ശ്രേയ അല്ലാതെ മറ്റാരുണ്ടാവാനാ? പേര് വിളിച്ചിട്ട് ഒന്നും മിണ്ടാതിരുന്നപ്പോഴേക്കും സുഹാസിനി ചെറിയമ്മയ്ക്ക് ചെറിയൊരു സംശയം തോന്നിക്കാണും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? പെണ്ണിനെ മാറ്റി താലി കെട്ടിച്ചെന്നാണോ പറഞ്ഞു വരുന്നേ? അത്രയ്ക്ക് സംശയമാണെങ്കിലേ തട്ടം മാറ്റി ഇപ്പൊ എന്നെ നോക്കിയോ. അതൊക്കെ എന്തിനാ അമ്മേ? സുഹാസിനി എന്താ അറിയാതെ പറഞ്ഞെന്ന് കരുതി. എന്താ സുഹാസിനി ഇത്? ആരോട് എന്താ പറയണ്ടേന്ന് ഇപ്പോഴും അറിയില്ലല്ലേ? നീ എന്താ മോളെ മിണ്ടാത്തത്? ഇനി നിന്റെ ചേച്ചിയല്ലേ അവള്. അപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സംശയങ്ങൾ ഉണ്ടായെന്നിരിക്കും. ഇവരുടെയൊക്കെ മോനെ വെച്ചുള്ള സംസാരം തന്നെ എന്നെ പേടിപ്പെടുത്തുന്നു. ഇനി വാ തുറന്ന് വല്ലതും പറഞ്ഞിട്ട് അതേന്ന് ഇവര് വല്ലതും പിടിച്ചെടുത്താലോ അച്ഛമ്മ? ശ്രേയ ചേച്ചിയുടെ കല്യാണത്തിന് കൂടെ നിൽക്കുന്ന വൈദേഹി ചേച്ചി ആഗ്രഹിച്ചത്. എന്നിട്ട് ആ കല്യാണം പോലും കാണാൻ പറ്റിയില്ലല്ലോ. എന്റെ വൈദേഹി ചേച്ചിയുടെ അച്ഛമ്മക്ക് എന്താണാവോ ഇത്ര ദേഷ്യം? ശ്രേയ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലോ, എനിക്ക് ആ ഫോട്ടോക്കാരൻ ചേട്ടനെ ഒന്ന് കാണണം. എത്രയും പെട്ടെന്ന് ചേച്ചിയെ കല്യാണം കഴിച്ചോണ്ട് പോകാൻ പറയണം. പിന്നെ ചേച്ചിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. സ്നേഹിച്ചവന്റെ കൈകൊണ്ട് താലി കെട്ടിക്കാൻ യോഗം ഉണ്ടായി എങ്കിലും കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലായിരിക്കാം. പക്ഷെ പാവം ദേവേട്ടൻ എന്നെയാണ് സ്നേഹിച്ചത്. താലി കെട്ടിയതും എനിക്ക് തന്നെയാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി തട്ടം മാറ്റുമ്പോ കൂടെയുള്ളത് ഞാനല്ലെന്ന് ദേവേട്ടൻ അറിഞ്ഞാൽ, ശ്രേയയുടെ ശബ്ദം കേട്ടാ പോലും ദേവേട്ടൻ അത് ഞാനല്ലെന്ന് തിരിച്ചറിയും. അത് നേരിടാനുള്ള മനസാന്നിധ്യം ദേവേട്ടൻ ഉണ്ടാവോ? ആകെ മൊത്തം പ്രശ്നമാവില്ലേ? അച്ഛൻ അത് താങ്ങാൻ പറ്റുമോ? എന്താ നീ അത് വേണ്ട അച്ഛമ്മേ. ശ്രേയയ്ക്ക് വല്ലാത്ത നാണമായിരിക്കും. എന്തിനാ അവിടെ വെറുതെ നിർബന്ധിക്കുന്നേ? ഇനി ഇങ്ങനെ നാണിച്ചിരുന്ന കാര്യങ്ങൾ നടക്കൂ ദേവ? ഇനിയിപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, മടിച്ചു മാറി നിന്നാ ശരിയാവോ? എന്തെങ്കിലുമൊക്കെ പറയട്ടെ. One minute. Hello? Yeah. എന്താ ശ്രേ, നിന്റെ നാണം ഇതുവരെ മാറിയില്ലേ? അതോ ഇനിയിപ്പോ ടെൻഷൻ കൊണ്ടാണോ? പേടിക്കാനൊന്നുമില്ല കേട്ടോ. എന്തിനാ ചേച്ചി ടെൻഷൻ? സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ ഇത് ശ്രേയ തന്നാണോ? മുഖം കാണാനും പറ്റുന്നില്ല, ശബ്ദം തിരിച്ചറിയുന്നുമില്ല. ശ്രേയ പുറത്തേക്ക് പോയതല്ലേ? പിന്നെങ്ങനെയാ ഇവളിവിടെ എത്തിയത്? എപ്പോഴാ തിരികെ കയറിക്കൂടിയത്? എത്ര വലിയ സത്യം നമ്മൾ ഒളിപ്പിക്കുന്നത്. ഇതാരെങ്കിലും കണ്ടുപിടിച്ചാലോന്ന് ഓർക്കുമ്പോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അമ്മേ, ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നീ വാ തുറക്കാതിരുന്ന ആരും ഒന്നും അറിയില്ല. ഉണ്ടാതിരിക്കടി അവിടെ.
എന്താ മാധവ, രാത്രി നീ എവിടെയായിരുന്നു? നിന്നോട് മണ്ഡപത്തിൽ തന്നെ നിക്കണോന്ന് പറഞ്ഞതല്ലേ, ചടങ്ങിന് നീയും കൂടണ്ടായിരുന്നോ? തോന്നിവാസി, ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? എങ്ങോട്ടാ നോക്കി നിക്കുന്നേ? ആ പോട്ടെ, ചടങ്ങിന് കൂടെ നിനക്ക് യോഗം ഉണ്ടായില്ല. ഇനിയുള്ള കാര്യങ്ങൾക്കെങ്കിലും വന്ന് കൂടെ നിക്കടാ. രാമ, മാധവൻ എത്തിയല്ലോ. ഫോട്ടോക്കാരൻ ചേട്ടനും ദേവേട്ടനും ഒരാളാണെന്നറിഞ്ഞ ദേവേട്ടൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും എന്നെയാണെന്ന് അവൻ പറഞ്ഞാലോ? വാടാ, വാ. മറ്റൊരാളറിയാത്ത വേഷപ്പകർച്ച. കല്യാണമാണെന്ന് കൂട്ടിയേക്കരുത്. ഊരടിയത്. ഇത് നീ കഴുത്തെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ ഏലസാണെന്നാണോ കരുതിയത്? ഞാനിത് ഒളിപ്പിച്ചോളാം, ആരെയും കാണിക്കില്ല. ഒളിപ്പിച്ചോളാം, ഒളിപ്പിച്ചോളാം അച്ഛമ്മേ. ആരെയും കാണിക്കാതെ ഞാൻ ഒളിപ്പിച്ചോളാം അച്ഛമ്മേ. നീ എവിടായിരുന്നു മോനെ? അതൊക്കെ പറയാമേ. വൈദേഹി ചേച്ചി എവിടെയാ? ശ്രേയൻ ദേവനെ കുറിച്ച് അവൻ അറിയണ്ട. അവളുടെ കാര്യം അറിഞ്ഞാ മതിയല്ലേ കല്യാണം കൂടാതെ നടക്കുന്നവൻ. ഭഗവാനെ, ദേവേട്ടൻ അവിടെ ഇല്ല. മാധവൻ ദേവേട്ടനെ കാണുന്നതിന് മുൻപ് അവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റണമല്ലോ. രാമ, പ്രശ്നമൊന്നും ഉണ്ടാവാതെ നോക്കണേ. മാധവൻ വാ തുറന്ന് ഒന്നും പറയരുത്. കല്യാണം കഴിഞ്ഞ് അളിയാന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് കല്യാണ പന്തലിൽ പോലും നിന്നെ കണ്ടില്ലല്ലോ കുഞ്ഞളിയ. ഈ ശബ്ദം ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആ ഫോട്ടോക്കാരൻ ചേട്ടൻ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. വന്നിട്ടുണ്ട് ചേച്ചി. ദേ നമ്മുടെ മുന്നിൽ തന്നെ ആള് നിൽപ്പുണ്ടല്ലോ. ഇന്നൊരു പൂ തന്നുറപ്പിച്ചെന്നേ ഉള്ളൂ. നാളെ ഒരു പൂമാല കഴുത്തിലിട്ട് കൂടെ കൂട്ടിക്കൊള്ളാം പോരെ? എന്റെ ആഗ്രഹം ഇത് നിറവേറാൻ നീ മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. നീ എന്താടാ അങ്ങനെ നോക്കുന്നേ? നമ്മുടെ ദേവൻ ചേട്ടനാ ഇത്. നിനക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ, ഇപ്പൊ കണ്ടോ?
അതിന് മാധവൻ എന്നെ നേരത്തെ അറിയാലോ. എന്റെയും ശ്രേയുടെയും കല്യാണം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഈ നിൽക്കുന്ന ആള് തന്നെയല്ലേ. അപ്പോ ഫോട്ടോക്കാരൻ ചേട്ടനാണോ ദേവൻ ചേട്ടൻ? ദേവൻ ചേട്ടന് ഇഷ്ടപ്പെട്ട വൈദേഹി ചേച്ചിയല്ലേ? പിന്നെ എങ്ങനെ ശ്രേയ ചേച്ചി കല്യാണം കഴിച്ച്? അപ്പൊ ഇരിക്കുന്നത് ശ്രേയ ചേച്ചിയാണോ വൈദേഹി ചേച്ചിയാണോ? വൈദേഹി ചേച്ചി തന്നെ ആയിരിക്കും. ശ്രേയ ചേച്ചി ദേവൻ ചേട്ടൻ കല്യാണം കഴിക്കൊന്നുമില്ല. ഇത് വൈദേഹി ചേച്ചിയാണെന്ന് ഉറപ്പാ. അരുത് മോനെ, മണവാട്ടിയുടെ തട്ടം മാറ്റുന്നതിന് ചില ആചാരങ്ങളുണ്ട്. എന്റെ മാധവ, ചേച്ചിയുടെ വാലായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളാണേ. നമുക്കേ ഒരു കാര്യം ചെയ്താലോ? നിന്റെ ചേച്ചിയോടൊപ്പം നീയും നമ്മുടെ വീട്ടിലേക്ക് പോരെ, എന്തു പറയുന്നു? എന്റെ മാധവ, നീ വാ തുറക്കല്ലേ. കാത്തോണേ രാമാ. നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയടാ. ഒന്നും പറയല്ല മോനെ, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. മാധവാ, 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 മാധവാ. ഇങ്ങ് വന്നേ. വാടാ, വരാൻ. ഇങ്ങ് വന്നേ. വാ മാധവ, വാ. എന്താ ചേച്ചി ഇത്? എടാ, നീ ഒന്നും മിണ്ടല്ലേ. വാ, ഞാൻ പറയാം. സത്യം പറ വരണേ, നിന്റെ അടുത്തേക്ക് വന്നത് ശ്രേയ തന്നെയാണോ? നിനക്ക് തെറ്റുപറ്റിയോ? മറ്റാരെയോ കണ്ട് ശ്രേയാണെന്ന് കരുതിയതാണ്? അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ശ്രേയെ എനിക്ക് തിരിച്ചറിഞ്ഞൂടെ? അവളുടെ സിനിമാ ഭ്രാന്തും. ശ്രേയ തന്നെയാ എന്റെ അടുത്തേക്ക് വന്നത്. പിന്നെ ഇങ്ങനെ വരണേ അവൾ ഇവിടെ കല്യാണ വേഷത്തില്? അവിടെ ഇരിക്കുന്ന ശ്രേയ ആണെന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായത്? അത് ശ്രേയ അല്ലെങ്കിൽ പിന്നെ അവള് പുറത്തെവിടെങ്കിലും ഉണ്ടാവണ്ടേ? കല്യാണം കഴിയുന്നതുവരെ അവളെ അവിടുന്ന് വിടരുതെന്ന് പറഞ്ഞതാ. അതിന് നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. കല്യാണ സമയത്ത് കേറി വന്നതായിരിക്കും സംശയം. അങ്ങനെ വരാൻ ഒരു വഴിയില്ല ഊർമിളെ. അവൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്നേ. ഇനിയിപ്പോ പറന്നെത്തിയതാണെങ്കിൽ പോലും ഉണ്ടല്ലോ, അവള് മണ്ഡപത്തിൽ കയറിക്കാൻ യാതൊരു ചാൻസും ഇല്ല. എങ്കിൽ ഇപ്പൊ തട്ടിട്ടുകൊണ്ടിരിക്കുന്നത് ശ്രേയാണോന്ന് എങ്ങനെ അറിയും? അത് ആ തട്ടം മാറ്റിയല്ലാതെ അറിയാൻ സാധിക്കണമെന്നില്ല. ഒരുപക്ഷെ അത് ശ്രേയ തന്നെ ആണെങ്കിൽ അവൾ ഇവിടെ എത്തിയ ശേഷം ഉണ്ടല്ലോ ആളെ മാറ്റിയതാവും. അങ്ങനെയാണെങ്കിൽ ശ്രേയയ്ക്ക് പകരം മണ്ഡപത്തിൽ ദേവനൊപ്പം ഇരുന്നത് ആരായിരിക്കും?
ചേച്ചി ചേച്ചി എന്താ ചേച്ചി ചേച്ചി അവള് ശ്രേയയുടെ ചേച്ചിയല്ലേ? അതേ ഓർമ്മളെ. കാലിൽ ആ പെണ്ണ് അലത്തിയിട്ടിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ ശ്രേയയ്ക്ക് പകരം അവളെ ആയിരിക്കും അവര് കല്യാണ മണ്ഡപത്തിലിരുത്തിയത്. ചേച്ചി നിക്ക് ചേച്ചി. കയ്യൊന്ന് വിട ചേച്ചി. ഇവിടെ എന്തൊക്കെയാ ചേച്ചി നടക്ക? അതെ, ഫോട്ടോക്കാരൻ ചേട്ടൻ തന്നെയാ, ദേവൻ ചേട്ടൻ. ശ്രേയനെയാ കല്യാണം കഴിച്ചതും. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നീ ആരോടും ഒന്നും പറയരുത്. എല്ലാം മനസ്സിൽ നിന്ന് മായച്ചു കള. അതെങ്ങനെ മായ്ച്ചു കളയാനാ? വൈദേഹി ചേച്ചി എന്താ ഈ പറയുന്നത്? ചേച്ചിക്കെല്ലാം മായ്ച്ചു കളയാൻ പറ്റുമോ? ചേച്ചി അത്ര ഇഷ്ടപ്പെട്ടതല്ലേ? കല്യാണം കഴിക്കാനും മോഹിച്ചതല്ലേ? ഫോട്ടോക്കാരൻ ചേട്ടനും ചേച്ചി തന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നെ എങ്ങനെയാ ചേട്ടൻ ശ്രേയ ചേച്ചി കല്യാണം കഴിച്ച? നമുക്ക് മോനെ തെറ്റുപറ്റിയത്. ആ ചേട്ടൻ ശ്രേയനെയാ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിച്ചതും ശ്രേയ. ഞാൻ അത്ര മണ്ടൊന്നല്ലോ ചേച്ചി. ആ ചേട്ടൻ കണ്ടത് ചേച്ചിനെ. ഇഷ്ടപ്പെട്ടതും ചേച്ചിനെ. കല്യാണം കഴിക്കാന്ന് പറഞ്ഞതും ചേച്ചിനെ. ഇതിനിടയ്ക്ക് അവിടെ നിന്ന് ശ്രേയ ചേച്ചി കയറി വന്ന. ചേച്ചി എന്നോട് കള്ളം പറയൊന്നും വേണ്ട. കള്ളം പറയായിരുന്നെങ്കിൽ എനിക്ക് എക്കളും ഉണ്ടാവേണ്ടതല്ലേ മാധവ? വരുന്നല്ലേ കണ്ടോ, പിന്നെങ്ങനെ കള്ളാവും? ഞാൻ പറഞ്ഞത് സത്യാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലേ? ദേവേട്ടന്റെ കണ്ണില് എല്ലാം ശ്രേയ തന്നെയാ. ഇഷ്ടപ്പെട്ടതും ശ്രേയന് തന്നെയാ. അത് സത്യമല്ല. നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. നീ ഇങ്ങോട്ട് വന്നേ. ചേച്ചി എന്നോട് ഒന്നും പറയണ്ട. ഇതുവരെ ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഇത് പ്രതീക്ഷിക്കണ്ട. എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. മാധവ നിക്ക്. മാധവ, മാധവ, ചേച്ചി.
വൈദേച്ചി എന്തായി ചെയ്ത്? ഞാൻ ചോദിച്ചത് ചേച്ചി കേട്ടില്ലേ? എന്താ അതെന്ന്? നീ ഒന്ന് പോയ മാധവ. ചേച്ചിയുടെ കഴുത്തിലിടുന്ന താലി വന്നേ എന്തിനാ ചേച്ചി ഇത് ഒളിപ്പിക്കുന്നേ?